വകുപ്പ് സർവീസിൽ എനിക്ക് അന്ന് വരെ ഇത് പരിശോധിക്കുന്നത് വരെ മറ്റൊരു ജെട്ടിയോ അണ്ടർ ഗാർമെൻറ്റോ ഇങ്ങനെ ഒരു പരിശോധനയ്ക്ക് ഇത് വന്നിട്ടില്ല. ഇത് അപ്പോഴേ തന്നെ ഇത് ജെട്ടി ഇടാൻ പറ്റിയില്ല ആളിന്, അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനൊരു ആവാൻ ഇടയില്ല എന്ന് പറഞ്ഞ് പിന്നെന്തോ ജഡ്ജ്മെൻറ്റ് വെറുതെ വിട്ടു. അപ്പോൾ തന്നെ എനിക്കറിയാം ഇത് ഒരു ഫോറൻസിക് പരിശോധനയിൽ ഇത് അവസാനിക്കുള്ളൂ എന്നറിയാമായിരുന്നു. ആ ജെട്ടി വരാൻ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ശരിക്കും ആ ജെട്ടി വരണം, പരിശോധിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതൊരു കൗതുകമായിട്ടാണ് തോന്നിയത്. എന്തായിരിക്കും ജെട്ടിയിൽ വലിയ ചോദ്യങ്ങളൊന്നും ചോദിക്കാനില്ല. ഒരു തയ്യലോ ഒരാളിനെ ഇടാൻ നോക്കിയപ്പോൾ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അളവിൻ്റെ വ്യത്യാസത്തിൽ വന്ന എന്തോ ഒരു പാകപ്പിഴ എന്തോ ആണ്, അതുമൂലമുള്ള ഒരു പ്രശ്നമാണെന്ന് മനസ്സിലായി. അത് സിമ്പിളായിട്ട് പരിശോധിക്കാൻ പറ്റുമെന്ന് ഉത്തരം കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലായി. പരിശോധിക്കാൻ അതിൽ തൊട്ട് കളിച്ചാൽ ഉടൻ മനസ്സിലാവും നമുക്ക്. എന്തെങ്കിലും അതിനകത്ത് ടാമ്പറിങ് വന്നാൽ ഫിസിക്കലായിട്ട് പരിശോധനയിൽ കണ്ടുപിടിക്കാൻ കഴിയും. ഈ ഓസ്ട്രേലിയക്കാരൻ ആൻഡ്രൂ സാൽവഡോർ സർവേലിയുടെ വക്കീൽ നിന്ന് ഊരി വാങ്ങിയ ശേഷം 4-ാം വർഷമാണ് താങ്കളുടെ മുമ്പിൽ എത്തുന്നത്. ഒരാൾ ഇട്ട അണ്ടർവെയർ ഊരിക്കൊണ്ടെന്ന് പരിശോധിക്കാൻ പറഞ്ഞു കൊണ്ടുവരുമ്പോൾ അതിലൊരു അസ്വസ്ഥത എന്തെങ്കിലും തോന്നിയോ? ഇന്ന് ഞാൻ ഈ കേസ് എൻ്റെ ബ്രദർ എൻ്റെ വീട്ടിൽ വിളിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞു, ചേട്ടാ ഈ ജെട്ടിയൊക്കെ ഓരോരുത്തർ കുറേ കാലം ഇട്ടിട്ടാണെന്ന്. ഞാൻ പറഞ്ഞു, ഒരു ന്യൂ ബോൺ ബേബി അമ്മയോ ഡോക്ടറോ ഗൈനക്കോളജിസ്റ്റോ എങ്ങനെയാണ് കാണുക? വെട്ടിത്തേച്ച ഭാഗത്തെ നൂല് പുതിയതായിരുന്നു അല്ലേ? വേറെ നൂലായിരുന്നു, പുതിയതായിരുന്നു അല്ല, വേറെ നൂലായിരുന്നു. മറ്റു ഭാഗങ്ങൾ തച്ച് അതേ ക്വാളിറ്റി ടൈപ്പുള്ള നൂലില്ല, വേറെ എൻറ്റയർലി ഡിഫറെൻറ്റ് നൂല്. നിറം എല്ലാത്തിനും ക്യാരക്ടറിസ്റ്റിക്സൊക്കെ ഡിഫറെൻ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് വേറെ ഡിഫറെൻറ്റ് ത്രെഡ് എന്ന് പറയാൻ കാരണം. ഈ ജെട്ടിയിലുള്ള മറ്റു ഭാഗത്തുള്ള തയ്യലുകളെല്ലാം നല്ല സ്റ്റാൻഡേർഡ് സ്റ്റിച്ചസ് ആയിരുന്നു. സിസ്റ്റമാറ്റിക്കായിട്ട് തയ്ച്ചിട്ടുണ്ട്, സിമെട്രി ഉണ്ട്, അതിൻ്റെ റെഗുലാരിറ്റി ഉണ്ട്. ബിക്കോസ് ഈ ജെട്ടിയെല്ലാം ഒരു മെഷീൻ സ്റ്റിച്ചഡായതുകൊണ്ട് ഇത് പരിശോധിക്കുമ്പോൾ ഈ സ്റ്റിച്ചസിന്റെ പാറ്റേൺ നോക്കാൻ വേണ്ടിയെങ്കിലും മറ്റേതെങ്കിലും അണ്ടർവെയറായിട്ട് കമ്പയർ ചെയ്ത് അതുകൊണ്ടാണ് ഞാൻ ഒരു റിപ്പോർട്ടിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, നോർമൽ അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് എന്ന് പറയുന്നത് ലോക്കൽ മാർക്കറ്റ്. ഇത് അയാൾ പിന്നീട് ഹൈക്കോടതി വിട്ടയക്കുന്ന സമയത്ത് ഉന്നയിച്ച വാദങ്ങളിലൊന്ന് എൻ്റെ കക്ഷി അണ്ടർവെയർ ഇടാറേ ഇല്ലാത്ത ആളാണെന്നാണ് പറഞ്ഞിരുന്നത്. ഇതെങ്ങനെ ഉപയോഗിക്കാതെ മടക്കി വെച്ചൊന്നുമല്ല. അങ്ങനെയൊന്നുമില്ല. കണ്ടാൽ ഒറ്റയടിക്ക് പഴക്കമുള്ളതാണെന്ന് തോന്നുള്ളൂ, ഉണ്ടായിട്ടില്ല. അത് വളരെ പ്രാധാന്യമുള്ളതായി ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റുമായി വളരെ തൃപ്തിയുണ്ട്. വിഷ്ണു പോറ്റി, ബാലിസ്റ്റിക് എക്സ്പെർട്ട്. ഞാനൊക്കെ ജേർണലിസ്റ്റ് തുടങ്ങുന്ന കാലം മുതൽ പലവട്ടം വാർത്തകളിൽ പരാമർശിച്ചിട്ടുള്ളതാണ് ഈ പേര്. പിന്നീട് അതിനുശേഷം 2004 സ്റ്റേറ്റ് ഫോറൻസിക് ലാബ് ഡയറക്ടറായി വിരമിച്ച് ഏതാണ്ട് 2 പതിറ്റാണ്ടിന് ശേഷമാണ് വളരെ ക്രൂഷ്യലായ ഒരു മൊഴി നൽകി അടിവസ്ത്ര തിരിമറി കേസ് അല്ലെങ്കിൽ തൊണ്ടി മുതൽ തിരിമറി കേസിനെ ഇന്നത്തെ വിജയത്തിൽ എത്തിച്ചത്. ആ വിധിന്യായത്തിൽ നിന്ന് ഒരു വരി ഞാൻ വായിക്കാം. The conclusions drawn by forensic experts are based on clear material observations and supported by reasoning. The defense was not able to point out any defect, improbability or procedural irregularity in the examination or in the conclusions arrived at എന്നാണ് പറയുന്നത്. താങ്കളുടെ മൊഴിയിൽ ഒരു പൊരുത്തക്കേടോ ഒരു ന്യൂനതകളോ ഒന്നും കണ്ടെത്താൻ എതിർപക്ഷത്തിന് കഴിഞ്ഞില്ല എന്ന് കോടതി വ്യക്തമായി എടുത്ത് പറഞ്ഞിരിക്കുന്നു. ഇതിൽ പറയുന്ന ജെട്ടി ആദ്യമായിട്ട് കേൾക്കുന്നത് തിരുവനന്തപുരത്ത് ഏതോ ഒരു കോടതിയിൽ, അന്ന് ഈ കേസിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല, ഒരു പ്രതി സംശയിക്കുന്ന ആൾ ജെട്ടിയിൽ നാർക്കോട്ടിക്സ് കടത്തി ഇന്ത്യയിൽ കൊണ്ടുവന്നെന്നും ഇവിടെ അത് പോലീസ് പിടിക്കുകയൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടൊരു കേസുണ്ടായി. അങ്ങനെ ആ കേസ് കോടതിയിൽ ട്രയലിന് വരികയും 1990 കേസ് ഉണ്ടാകുന്നത്. 1990 ആ കോടതിയിൽ വരികയും കോടതിയിൽ തന്നെ വെച്ച് പത്രവാർത്ത അന്ന് കേട്ടറിവ് എന്ന് പറയുന്നത് കോടതിയുടെ മുൻപിൽ വെച്ച് തന്നെ ഈ ജെട്ടി ഒന്ന് ഇട്ട് നോക്കണം എന്ന് ഒരു ഡിഫൻസ് ലോയർ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. അപ്പോഴെൻ്റെ മനസ്സിൽ ഉദിച്ചു, ഒരു ജെട്ടി പരിശോധന ഏതായാലും വരുന്നുണ്ട്, വേണ്ടി വരും, എൻ്റെ കയ്യിൽ ആ ജെട്ടി വരും. കാരണം അന്ന് ഫിസിക്സിലെ എക്സ്പേർട്ട് ഞാൻ മാത്രമേ ഉള്ളൂ കേരള സ്റ്റേറ്റ് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ. എനിക്കറിയാം എനിക്കിത് വരും എൻ്റെ കയ്യിൽ നിന്ന്. അപ്പോഴും മുതലേ ഏത് കേസ് തന്നെയാണെങ്കിലും എന്തെങ്കിലും പരിശോധനയ്ക്ക് വരാൻ ഉദ്ദേശമുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ പോസിബിലിറ്റി, സയൻറ്റിഫിക് എക്സാമിനേഷൻ്റെ പോസിബിലിറ്റീസ് ഞാൻ ചിന്തിക്കാറുണ്ട്. ലോകത്ത് ആദ്യമായിട്ട് ഇത്തരം ഒരു കേസെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ ഇതിലെ അന്വേഷണ ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിക്കുമ്പോഴും ഇങ്ങനെ മറ്റൊരു കേസുള്ളതായിട്ട് ആരും കേട്ടില്ല എന്ന് പറഞ്ഞാൽ അണ്ടർവെയർ പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലൊരു കേസ് ഇങ്ങനെ കൺക്ലൂഷനിലേക്ക് എത്തുക എന്നൊക്കെ പറഞ്ഞത് അല്ലേ? അതൊരു വളരെ അപൂർവമാണ്. 30 വർഷത്തെ സർവീസുള്ളല്ലേ? 30 വർഷ സർവീസിൽ എനിക്ക് അന്ന് വരെ ഇത് പരിശോധിക്കുന്നത് വരെ മറ്റൊരു ജെട്ടിയോ അണ്ടർ ഗാർമെൻറ്റോ ഇങ്ങനെ ഒരു പരിശോധനയ്ക്ക് ഇത് വന്നിട്ടില്ല. ഇത് അപ്പോഴേ തന്നെ ഇത് ജെട്ടി ഇടാൻ പറ്റിയില്ല ആളിന്,
അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനൊരു ആവാൻ ഇടയില്ല എന്ന് പറഞ്ഞ് പിന്നെന്തോ ജഡ്ജ്മെൻറ്റ് കേസ് വെറുതെ വിട്ടു. അപ്പോൾ തന്നെ എനിക്കറിയാം ഇത് ഒരു ഫോറൻസിക് പരിശോധനയിലേ ഇത് അവസാനിക്കുള്ളൂ എന്നറിയാമായിരുന്നു. ആ ജെട്ടി വരാൻ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ശരിക്കും ആ ജെട്ടി വരണം, പരിശോധിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ശരി, അതൊരു കൗതുകമായിട്ടാണ് തോന്നിയത്. എന്തായിരിക്കും ജെട്ടിയിൽ വലിയ വലിയ ചോദ്യങ്ങളൊന്നും ചോദിക്കാനില്ല. ഒരു തയ്യലോ ഒരാളിനെ ഇടാൻ നോക്കിയപ്പോൾ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അളവിൻ്റെ വ്യത്യാസത്തിൽ വന്ന എന്തോ ഒരു പാകപ്പിഴ എന്തോ ആണ്, അതുമൂലമുള്ള ഒരു പ്രശ്നമാണെന്ന് മനസ്സിലായി. അത് സിമ്പിളായിട്ട് പരിശോധിക്കാൻ പറ്റുമെന്ന് ഉത്തരം കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിൽ ഒരു വെട്ടിത്തെ ചെറുതാക്കിയതാണ് എന്നപ്പോൾ കേട്ടിരുന്നോ? അതെനിക്ക് ഓർമ്മയില്ല. ആ ഓർഡർ വരുന്ന കാലത്ത് അങ്ങനെ ഒരു ചിന്ത ആർക്കും ഉണ്ടായില്ല. അങ്ങനെ തോന്നിയിരുന്നോ എന്ന് ചോദിച്ചു. അങ്ങനെ പറ്റുള്ളൂ, വെട്ടിത്തയ്ക്കാതെ അതിനെ ചെറുതാക്കാൻ ബുദ്ധിമുട്ടാണ്. പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അതിനെ സ്റ്റിച്ച് മടക്കി വെച്ചിട്ട് തുണി മടക്കി വെച്ചിട്ട് തയ്ച്ചാലും ചെറുതാവാൻ പിന്നെ മാറ്റി വെക്കാൻ വേണമെങ്കിൽ മാറ്റി വെക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിലും അത് പരിശോധിക്കാൻ എന്ത് അതിൽ തൊട്ട് കളിച്ചാൽ ഉടൻ മനസ്സിലാവും നമുക്ക്. എന്തെങ്കിലും അതിനകത്ത് ടാമ്പറിങ് വന്നാൽ ഫിസിക്കലായിട്ട് പരിശോധനയിൽ കണ്ടുപിടിക്കാൻ കഴിയും. ഈ ഓസ്ട്രേലിയക്കാരൻ ആൻഡ്രൂ സാൽവഡോർ സർവേലിയുടെ വക്കിൽ നിന്ന് ഊരി വാങ്ങിയ ശേഷം 4-ാം വർഷമാണ് താങ്കളുടെ മുമ്പിൽ എത്തുന്നത്. ഒരാൾ ഇട്ട അണ്ടർവെയർ ഊരിക്കൊണ്ടെന്ന് പരിശോധിക്കാൻ പറഞ്ഞു കൊണ്ടുവരുമ്പോൾ അതിലൊരു അസ്വസ്ഥത എന്തെങ്കിലും തോന്നിയോ? കൗതുകം തന്നെ നേരത്തെ പറഞ്ഞു. ഇന്ന് ഞാൻ ഈ കേസ് എൻ്റെ ബ്രദർ എൻ്റെ വീട്ടിൽ വിളിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞു, ചേട്ടാ ഈ ജെട്ടിയൊക്കെ ഓരോരുത്തർ കുറേ കാലം ഇട്ടുണ്ട്. അവിടുന്ന് ഞാൻ പറഞ്ഞു, ഒരു ന്യൂ ബോൺ ബേബി അമ്മയോ ഡോക്ടറോ ഗൈനക്കോളജിസ്റ്റോ എങ്ങനെയാണ് കാണുക? അതിന് ഒരു കുഴപ്പവും കൂടാതെ എടുത്ത് വളരെ എല്ലാ ശ്രദ്ധയോടും കൂടി അതിനെന്തെല്ലാം ഉണ്ടാവും അതൊന്നും പോകാതെ നഷ്ടപ്പെടാതെ പ്രശ്നങ്ങൾ വരാതെ സോൾവ് ചെയ്യണം എന്നൊരു ചിന്തയല്ലേ വരിക. അങ്ങനെ കാണുകയുള്ളൂ. ഏത് തെളിവ് വന്നാലും ആ തെളിവിൻ്റെ വൃത്തിയില്ലായ്മയോ അത് ശ്രദ്ധിക്കാറില്ല. അത് വളരെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. തുറക്കുന്നത് തന്നെ പരിശോധന ഫലത്തിന് ഒരിക്കലും അഫക്റ്റ് ചെയ്യരുത് എന്നുള്ള ചിന്തയിൽ തന്നെയാവും. ഹൈക്കോടതി വിജിലൻസിന് 94-ൽ ആദ്യം റിപ്പോർട്ട് കൊടുക്കുന്നത് അല്ലേ? അതായത് ഈ 90-ൽ കേസുണ്ടായി, 91-ൽ കേസ് ഹൈക്കോടതി വിട്ടയച്ച് കഴിഞ്ഞ് ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥരായ KK ജയമോഹൻ ഹൈക്കോടതി വിജിലൻസിന് പരാതി കൊടുക്കുമ്പോഴാണ് അവർ അന്വേഷിക്കാൻ തുടങ്ങുന്നത്. എനിക്ക് തോന്നുന്നു 94-ലാണ് FSLലേക്ക് ഇത് അന്വേഷണത്തിന് ഹൈക്കോടതി വിജിലൻസ് അയക്കുന്നത്. പിന്നീട് എങ്ങനെ ഹൈക്കോടതി വിജിലൻസ് അയക്കുന്നു, അതിനുശേഷം പിന്നീട് പോലീസ് അന്വേഷണം. ഈ ഹൈക്കോടതി വിജിലൻസിന് കൊടുത്ത റിപ്പോർട്ടിൽ ഒരു വരി ഞാനൊന്ന് വായിക്കാം, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ. വെർട്ടിക്കൽ സ്റ്റിച്ചസ് ഓൺ ദ സൈഡ്സ് ആൻഡ് ദ ബോട്ടം ക്രോസ് സ്റ്റിച്ചസ് വെർ ഫൗണ്ട് ലാക്കിംഗ് ഇൻ പ്രിസിഷൻ ആൻഡ് സിമെട്രി കമ്പയർഡ് ടു ദ അതർ സ്റ്റിച്ചസ് ഓൺ ദ ജെട്ടി. തയ്യലിലെ പ്രശ്നമാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ജെട്ടി ഉണ്ടാക്കുമ്പോൾ ഇൻവേരിയബിളി നമ്മളൊക്കെ ജെട്ടി വെയർ ചെയ്യുന്ന ഈ തരത്തിലുള്ള ജെട്ടി വെയർ ചെയ്യുന്നവരായതുകൊണ്ട് നമുക്ക് മനസ്സിലാവും ജെട്ടിയുടെ 2 വെർട്ടിക്കൽ സ്റ്റിച്ചസ് ഉണ്ടാവും 2 സൈഡിൽ. പിന്നെ ഒരു ക്രോസ് സ്റ്റിച്ചും ഉണ്ടാകും കംഫർട്ടബിളായിട്ട്. സോ ദാറ്റ് ആ സൈസിലാണ് നമ്മുടെ അരക്കെട്ട് ഭാഗം കംഫർട്ടബിളായിട്ട് ഇരിക്കേണ്ടത്. അതിൽ വ്യതിയാനം വരുത്താതെ അതിൻ്റെ സൈസിനെ മാറ്റി വേറൊരാൾക്ക് ഇടാനോ ഇടാതിരിക്കാനോ ചെയ്യാൻ കഴിയില്ല. അതാണ് അതിൽ വേണ്ടി വരുന്ന പരിശോധന. അപ്പോഴാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ വെർട്ടിക്കൽ സ്റ്റിച്ചസും സൈഡിലുള്ള വെർട്ടിക്കൽ 2 സ്റ്റിച്ചസും അതുപോലെ ഹൊറിസോണ്ടൽ സ്റ്റിച്ചസും ഒരു വ്യതിയാനം വരുത്തിയാൽ മാത്രമേ കംഫർട്ടബിൾ ആവുള്ളൂ. അതുകൊണ്ടാണ് ആ ഭാഗം നോക്കി പ്രത്യേകം പരിശോധനയ്ക്ക് അതെങ്ങനെയാണ് ചെറുതാക്കിയെന്ന് പഠിച്ചത്. വെട്ടിത്തയ്ച്ച ഭാഗത്തെ നൂല് പുതിയതായിരുന്നു അല്ലേ? വേറെ നൂലായിരുന്നു. പുതിയതായിരുന്നു അല്ല, വേറെ നൂലായിരുന്നു. മറ്റ് ഭാഗങ്ങൾ തച്ച് അതേ ക്വാളിറ്റി ടൈപ്പുള്ള നൂലിൽ വേറെ എൻറ്റയർലി ഡിഫറെൻറ്റ് നൂല്, നിറം, എല്ലാത്തിനും ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ ഡിഫറെൻ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് വേറെ ഡിഫറെൻറ്റ് ത്രെഡ് എന്ന് പറയാൻ കാരണം. ഡിഫറെൻറ്റ് ത്രെഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 2 കാല് കയറുന്ന ഭാഗമല്ലേ വെട്ടിത്തയ്ച്ചത്? മറ്റു ഭാഗങ്ങളിൽ എവിടെ 2 കാലിൻ്റെ ഇടയിൽ ഒരു ക്രോസ് സ്റ്റിച്ച് ഉണ്ട്. ഫ്രം വൺ ടൈ ടു ദി അതർ ജസ്റ്റ് ബിലോ അവർ ജെനിറ്റൽ. അത് സൈഡിലേക്ക് അതിനെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി അവിടെയും ചെറുതാക്കണം. അല്ലെങ്കിൽ വല്ലാണ്ട് തൂങ്ങിക്കിടക്കുകയോ വല്ലാണ്ട് ടൈറ്റായിട്ട് കിടക്കുകയോ ചെയ്താൽ അവിടെയും അത് നോക്കേണ്ട കാര്യമുണ്ട്. അതുകൊണ്ടാണ് ആ ഭാഗം നോക്കി അതും വെർട്ടിക്കൽ സ്റ്റിച്ചസുമായി കഴിയുമ്പോൾ വെർട്ടിക്കൽ സ്റ്റിച്ചാണ് വേസ്റ്റിൻ്റെ അളവ് നിർണ്ണയിക്കുന്ന. വെർട്ടിക്കൽ സ്റ്റിച്ചിൻ്റെ ആ ഭാഗം കംഫർട്ടബിൾ ആക്കുമ്പോഴാണ്. അത് രണ്ടുമാണ് പ്രധാനപ്പെട്ട അളവുകൾ എന്ന് വിചാരിച്ചിട്ടാണ് അത് രണ്ടും നോക്കി. ആദ്യമേ തന്നെ എനിക്ക് നോക്കിയപ്പോൾ മനസ്സിലായി അത് വ്യതിയാനം വരുത്തിയത് ഇത് കാരണം വേറെ നൂലായതുകൊണ്ട്. അത് മാത്രമല്ല ഇത് വേറെ നൂലാണ്. അത് കൂടാണ്ട് ഈ ജെട്ടിയിലുള്ള മറ്റ് ഭാഗത്തുള്ള തയ്യലുകളെല്ലാം നല്ല സ്റ്റാൻഡേർഡ് സ്റ്റിച്ചസ് ആയിരുന്നു. സിസ്റ്റമാറ്റിക്കായിട്ട് തയ്ച്ചിട്ടുണ്ട്, സിമെട്രി ഉണ്ട്, അതിൻ്റെ റെഗുലാരിറ്റി ഉണ്ട്. ബിക്കോസ് ഈ ജെട്ടിയെല്ലാം ഒരു മെഷീൻ സ്റ്റിച്ചഡ് ആയതുകൊണ്ടാണ്. കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റ് മീൻസ് കൊണ്ട് സ്റ്റിച്ച് ചെയ്തതാണെങ്കിൽ ഈ റെഗുലാരിറ്റി ഒന്നും കിട്ടില്ല.
അതും അതുകൊണ്ടാണ് ഈ തയ്യലുകളിൽ നിന്ന് നമുക്ക് ഒരു അനുമാനം എടുക്കാൻ പറ്റുന്നത് ഇത് മാറ്റിയതാണെന്നുള്ളത്. അതുപോലെ പിന്നെ ചില ഭാഗത്തെ നൂലുകൾ ഈ സ്റ്റിച്ച് കൺസീൽഡ് ആയിരുന്നു, അതിന്റെ ഒറിജിനൽ സ്റ്റിച്ച് ഈ പുതുതായി വെട്ടി തേച്ച ഭാഗത്ത് ഓപ്പൺ ആയിരുന്നു അല്ലേ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്? അത് എല്ലായിടത്തും ഇല്ല. താഴെ ക്രോസ് സ്റ്റിച്ചിൽ മാത്രമാണ് കൺസീൽ ചെയ്താണ് എപ്പോഴും ഫാക്ടറി മെയ്ഡ് ജെട്ടികൾ അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ സ്റ്റിച്ചിങ് വരിക. പക്ഷേ ഇവിടെ അത് ഓപ്പൺ ആയിരുന്നു, പുറത്ത് സ്റ്റിച്ചസ് വരെ വെറുതെ ഒരു കെയർലെസ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തതുപോലെയാണ്. മുൻപ് ഇതുപോലെ അണ്ടർവെയർ ഇത്തരത്തിലുള്ള പരിശോധന വേണ്ടി വന്നിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് പരിശോധിക്കുമ്പോൾ ഈ സ്റ്റിച്ചസിന്റെ പാറ്റേൺ നോക്കാൻ വേണ്ടിയെങ്കിലും മറ്റേതെങ്കിലും അണ്ടർവെയറായിട്ട് കമ്പയർ ചെയ്ത് അതുകൊണ്ടാണ് ഞാൻ ഒരു റിപ്പോർട്ടിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, നോർമൽ അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് ലോക്കൽ മാർക്കറ്റ് എന്ന് പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ നോക്കി മനസ്സിലാക്കിയിട്ടാണ് അത് എഴുതിയത്. ഈ കമ്പനി തന്നെ കിട്ടിയില്ല, ഇത് ഓസ്ട്രേലിയൻ ജെട്ടി ഇതുമാണ് എന്നാണ് അതിൻ്റെ ഒറിജിൻ മാനുഫാക്ചർ ഒന്നും അറിയുന്നില്ല. മാനുഫാക്ചറർ പേര് അതിലില്ലേ? ഇല്ല. അതോ ഇവർ ചെയ്തപ്പോൾ ഇറക്കി കളഞ്ഞതാണോ? അതും അറിയില്ല, അത് മാഞ്ഞു പോയതോ എന്തോ ആണെന്നാണ് തോന്നുന്നത്. അതിനകത്തൊന്നില്ലേ സൈസ് പറയുന്നുണ്ട് 85-90 എന്ന് പറയുന്നുണ്ട്. അതിലൊരു ലേബൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്, പക്ഷെ അതിലും കമ്പനിയുടെ പേരില്ല അല്ലേ? ആ ലേബലാണ് ഈ 85, അതിലാണ് ഈ പേര് കാണുന്നത് 85-90 എന്ന് പറഞ്ഞതിന് ശേഷം കോട്ടൺ പോളിസ്റ്റർ അതർ സൈഡ്, ഈ ലേബലിന്റെ അതർ സൈഡിൽ വാം മെഷീൻ വാഷ്, ഡു നോട്ട് ബ്ലീച്ച്, ഡു നോട്ട് ടംബിൾ ഡ്രൈ എന്നൊക്കെ പറയുന്നത് സാധാരണ ഇങ്ങനെ ഒരു ഗാർമെന്റ്സിന് എഴുതാറുള്ള കാര്യങ്ങളാണ്. അതുപോലെ ചില ഭാഗങ്ങളിൽ ഡിസ്കളറേഷൻ, കളറുകൾ തമ്മിൽ വ്യത്യാസവും അതിൽ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു അല്ലേ? അതെ, അത് ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ ഈ ഷർട്ട് ഇവിടെ ഒരു ഫോൾഡുണ്ട്, ഈ ഫോൾഡിനകത്ത് ഇതിങ്ങനെ തന്നെ ഒരു 5 വർഷം ഇരിക്കുകയാണ്, ഈ ഫോൾഡ് ഇരിക്കുകയാണെങ്കിലും 5 വർഷം കഴിഞ്ഞ് അകത്ത് തുറന്ന് നോക്കിയാൽ നല്ല ഫ്രഷ് കളറായിരിക്കും. പുറത്ത് വെയിലും മഴയും ചൂടും ഒക്കെ കൊണ്ട് അതിൻ്റെ കളർ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരും. ആ വ്യത്യാസവും ഇതിൽ പരിഗണിച്ചിട്ടാണ് ഇതിൻ്റെ പഴക്കം നിർണ്ണയിച്ചിട്ടുള്ളത്. ശരിക്കും പഴക്കമുള്ള അണ്ടർവെയർ ആയിരുന്നു അത് കൃത്യമായിട്ട് പറയാൻ വയ്യ. പഴക്കം ഉണ്ടെന്ന് പറയാം, കാരണം അത് അൺടൈഡി ആയിപ്പോയി, അതുകൊണ്ടാണ് ബുദ്ധിമുട്ടുണ്ടായത്. പഴക്കമുണ്ട്, ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ലേബലിൽ കുറേ റൈറ്റിങ്സ് ഒക്കെ പോയത് കുറച്ച് ഇപ്പം അതിനെ പെട്ടെന്നൊരു പഴക്കം കൊണ്ട് വന്നതാണെന്ന് പറയാൻ പറ്റില്ല. നമ്മളൊരു വസ്തു ഒരു മൂലയ്ക്ക് വെറുതെ ഇട്ടിരുന്നാൽ കുറേ ദിവസം പ്രത്യേകിച്ചൊന്നും ചെയ്യില്ലെങ്കിലും ഒരു പഴക്കമുള്ള ഒരു പാറ്റേൺ ആയി വരും, പഴക്കമുള്ള ഒരു സ്വഭാവം വരും ഇതിന്. അതുകൊണ്ട് പഴക്കത്തിനെ വളരെ കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ കഴിയില്ല. വേറെ ചില പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അത് കഴിയുള്ളൂ. ഈ തുണിയൊന്നും വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെ കണ്ടുപിടിക്കാനായിട്ട്. എന്തായാലും ഫ്രഷ് ആയിരുന്നില്ല, തീർച്ചയായിട്ടും ഫ്രഷ് ആയിരുന്നില്ല. ഇത് അയാൾ പിന്നീട് ഹൈക്കോടതി വിട്ടയക്കുന്ന സമയത്ത് ഉന്നയിച്ച വാദങ്ങളിലൊന്ന് എൻ്റെ കക്ഷി അണ്ടർവെയർ ഇടാറേ ഇല്ലാത്ത ആളാണെന്നാണ് പറഞ്ഞിരുന്നത്. ഇതങ്ങനെ ഉപയോഗിക്കാതെ മടക്കി വെച്ചൊന്നുമല്ലോ? അങ്ങനെയൊന്നുമില്ല, കണ്ടാൽ ഒറ്റയടിക്ക് ഇത് പഴക്കമുള്ളതാണെന്നേ തോന്നുള്ളൂ. പക്ഷേ ആ പഴക്കത്തിൻ്റെ റീസണിങ് സയൻറ്റിഫിക്കായിട്ട് നോക്കുമ്പോഴാണ് ചില ക്ലോസസ് ഒക്കെ കൊണ്ടുവരാൻ കഴിയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഈ കൊച്ചു കുഞ്ഞിനെ എന്ന പോലെ ആണ്, അത്രമാത്രം മെറ്റിക്കുലസ് ആയിട്ട് വേണം അത് ഹാൻഡിൽ ചെയ്യാൻ. മെറ്റീരിയൽ ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയും വെയിലും ഒന്നും ചൂടും തണുപ്പും ഒന്നും അടിക്കാതെ വളരെ പ്രിസർവ് ചെയ്ത് വെച്ചാൽ മാത്രമേ, അതാണ് ഞാൻ പറഞ്ഞത് കുട്ടിയുടെ എക്സാമ്പിൾ പറയാൻ കാരണം. അത്രമാത്രം കെയർഫുള്ളായിട്ടല്ലേ നമ്മൾ ഹാൻഡിൽ ചെയ്യുക. അങ്ങനെ ഹാൻഡിൽ ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റിൽ നമുക്ക് പരിശോധിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ എല്ലാ മെറ്റീരിയൽ ഒബ്ജക്റ്റ് സൂക്ഷിക്കുന്ന പോലെ എത്ര കെയർഫുള്ളായിട്ട് തന്നെയാണ് അത് പരിശോധിച്ചിട്ടുള്ളത്. എത്ര നാൾ സാറിൻ്റെ ടേബിളിൽ ഇത് ഉണ്ടായിരുന്നിരിക്കും ഈ അണ്ടർവെയർ? മെറ്റീരിയൽ ഓബ്ജക്ട്സ് ലബോറട്ടറി റിസീവ് ചെയ്യേണ്ട അന്ന് തന്നെ എൻ്റെ കയ്യിൽ കിട്ടും. റിപ്പോർട്ട് കൊടുക്കുന്നത് വരെ, റിപ്പോർട്ട് കൊടുത്ത് ഈ മെറ്റീരിയൽ ഓബ്ജക്റ്റ് തിരിച്ച് ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസേഴ്സ് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കോടതി റീകോൾ ചെയ്ത് തിരിച്ച് കൊണ്ടുപോകുന്നത് വരെ എൻ്റെ കയ്യിലിരിക്കും. ഇതങ്ങനെ ഒരു ശ്രമകരമായ വലിയ എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട ഒരു എക്സാമിനേഷൻ ആയിരുന്നു? അത്ര ഭയങ്കര എഫേർട്ടൊന്നുമില്ല ഇതിനകത്ത്. അത്ര സയൻറ്റിഫിക്കായിട്ടും വളരെ സിമ്പിൾ കേസാണ് എന്നെ സംബന്ധിച്ചോളം. വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കൺക്ലൂഷൻസ് എടുക്കാൻ കഴിയുമായിരുന്നു. ഈ പരിശോധന നടത്തിയ ശേഷം 21 വർഷം എത്തുമ്പോഴാണ് കോടതിയിൽ മൊഴി കൊടുക്കേണ്ടി വരുന്നത്. ഓർമ്മയുണ്ടായിരുന്നോ ഇക്കാര്യങ്ങളൊക്കെ? ഈ കാര്യങ്ങൾ കുറേയൊക്കെ ഓർമ്മയിൽ നിന്ന് വരും. പിന്നെ ഉള്ളത് വർക്ക്ഷീറ്റും ഒക്കെ ഉണ്ട് ഇതിൽ. അന്ന് ചെയ്യുമ്പോൾ റിപ്പോർട്ട് കൊടുക്കുന്ന അതിനകത്തും എല്ലാ ഡീറ്റെയിൽസും ഫോറൻസിക് റിപ്പോർട്ട് ഷുഡ് ബി സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിരിക്കണം. അതിനകത്ത് നോക്കിയ പോയിൻറ്റ്സൊക്കെ നോക്കി തന്നെ നോക്കുന്ന ആളിന് മനസ്സിലാക്കാൻ കഴിയണം. അതുകൊണ്ട് ആ റിപ്പോർട്ടിൽ അതിനകത്ത് ഡീറ്റെയിൽസ് ഉള്ളത് അത് മതി, അത് വെച്ച് കൺക്ലൂഷൻ പറയാൻ പറ്റും. ഈ അണ്ടർവെയറുകൾ സാമാന്യമായിട്ട് അധികം ഇത്തരം പരിശോധനകൾ വേണ്ടി വരാറില്ലല്ലോ. കേസിലൊക്കെ വരുന്നതാണെങ്കിലും ഈ ഇതിലല്ല വരുന്നത് അല്ലേ? എക്സ്ട്രീംലി റയർലി അണ്ടർവെയർ ഞാൻ പരിശോധിച്ചിട്ടുള്ളൂ. കൂടുതലും ബ്ലഡ് സ്റ്റെയിൻസ്, സെമിനൽ സ്റ്റെയിൻസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഞ്ചുറി പറ്റിയിട്ട് വരുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾക്കേ ഉള്ളൂ. ഫിസിക്സ്, ഞാനൊരു ഫോറൻസിക് ഫിസിസിസ്റ്റും കൂടിയാണ്. ഫിസിസിസ്റ്റാണ് മെയിൻലി. ഇതിലിപ്പോൾ റിപ്പോർട്ട് തരുന്നത് ഫിസിസിസ്റ്റിൻ്റെ സ്റ്റാറ്റസിലാണ്.
അപ്പോൾ അതിൽ അങ്ങനെ ഒരു പരിശോധന അതിന് മുൻപ് ഞാൻ ഒരിക്കലും ജെട്ടി പരിശോധിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ജെട്ടി പരിശോധിക്കുന്നത്. ഈ നേരത്തെ പറഞ്ഞ ബ്ലഡ് സ്റ്റെയിൻസ് 7 സാമ്പിൾസ് എന്നൊക്കെ പറയുന്നത് ബയോളജി എക്സ്പെർട്ടാണ് ചെയ്യേണ്ടത്. അതങ്ങനെ വന്നാൽ അവർക്ക് കൊടുക്കുകയുള്ളൂ പരിശോധനയ്ക്ക്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ വിഷ്ണു പോറ്റി എന്ന് പറഞ്ഞൊരു ബാലിസ്റ്റിക് എക്സ്പെർട്ടായിട്ടാണ് ഞങ്ങൾക്ക് അറിഞ്ഞിട്ടുള്ളത്. കൂട്ടത്തിൽ ഫിസിക്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബാലിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു എന്നൂടെ ഒരല്പം ഒന്ന് വിശദീകരിച്ചു പോകും. ഞാൻ എൻ്റെ അപ്പോയിൻമെൻറ്റ് ഡെസിഗ്നേഷൻ ബാലിസ്റ്റിക് എക്സ്പെർട്ട് എന്നാണ്. ബാലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ തോക്കുമായി ബന്ധപ്പെട്ട എന്നുള്ളതാണ്. തോക്കുകളും അത് ഉപയോഗിച്ചുള്ള ഇഞ്ചുറി പറ്റിയാലുണ്ടാകുന്ന വ്യത്യാസങ്ങളും അതിൽ നിന്ന് തോക്കിലിൻ്റെ വ്യത്യാസത്തിൽ നിന്ന് എങ്ങനെ ഇഞ്ചുറി വരും, അല്ലെങ്കിൽ ഇഞ്ചുറിയിൽ നിന്ന് എങ്ങനെ തോക്കിനെ കണ്ടുപിടിക്കുക എന്നുള്ള പഠനങ്ങളുമൊക്കെയാണ് ബാലിസ്റ്റിക് എക്സ്പെർട്ടിൻ്റെ ജോലി. പക്ഷേ അന്നത്തെ കാലത്ത് കേരള സ്റ്റേറ്റിൽ ബാലിസ്റ്റിക് കേസസ് വളരെ കുറവായതുകൊണ്ട് ഫോറൻസിക് ഫിസിക്സിലെ എക്സാമിനേഷൻ കൂടി ഈ എക്സ്പെർട്ട് ചെയ്യണം. ഫിസിക്സിൻ്റെ ആളും കൂടിയാണ് ഫിസിക്സിലെ നോളജ് ഉണ്ട് വേണം, സയൻസ്. അതുകൊണ്ട് അങ്ങനെ ഈ ജോലിയും ഫോറൻസിക് ഫിസിക്സ് ചെയ്യേണ്ട ജോലിയും ഈ ബാലിസ്റ്റിക് എക്സ്പെർട്ട് ചെയ്യട്ടെ എന്ന് ഗവൺമെൻറ് ഓർഡർ ആയാണ് ഈ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ 2 ഡിപ്പാർട്ട്മെൻറ്റിലെയും കേസസ് ഞാൻ ചെയ്യുമായിരുന്നു. ഈ തോക്ക് ഉപയോഗിച്ചുള്ള കുറ്റകൃത്യങ്ങൾ കേരളത്തിൽ അത്ര കാര്യമായിട്ടുണ്ടായിരുന്നു ആ കാലത്ത്? അത്തരം പരിശോധന വളരെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ, വളരെ കുറവാണ്. ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2-3 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു ബാലിസ്റ്റിക്സിൻ്റെ കേസ് ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ സിമ്പിൾ കേസസ്, തോക്കെന്ന് പറഞ്ഞാൽ എപ്പോഴും വെടിയേറ്റ് മരിക്കുക അല്ലെങ്കിൽ ഇഞ്ചുറി പറ്റുക അങ്ങനെയുള്ള കേസ് മാത്രമല്ല, ആംസ് ആക്ട് കേസസ്, കള്ളത്തോക്കുകൾ അങ്ങനെയുള്ള കേസൊക്കെ ഒരുപാട് വരും. അല്ലെങ്കിൽ വെടിയേറ്റ് മരിക്കുന്ന കേസൊക്കെ വളരെ കുറവാണ്. ഇപ്പോഴും വളരെ കുറവല്ലേ താരതമ്യേന. തോക്ക് ഉപയോഗിക്കാറുണ്ടോ? സ്വന്തമായിട്ട് തോക്കുണ്ടോ? ഇല്ല, എനിക്കില്ല. ഞാൻ ലൈസൻസ്, എനിക്കും വേണമെങ്കിൽ ലൈസൻസ് എടുക്കണം, ഞാൻ ലൈസൻസ് എടുത്തില്ല, അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ തോക്കുകൾ പരിശോധിക്കാൻ നിയോഗിക്കപ്പെട്ട അടുത്തുനിന്നാണ് ഈ അണ്ടർവെയർ പരിശോധിച്ച് റിപ്പോർട്ട് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. അത് അതീവ നിർണായകമാവുകയും ചെയ്തു. വേണമെങ്കിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസുകളൊന്നായി ഇത് മാറുന്നത് അതിൽ ഇപ്പോൾ അയോഗ്യനാക്കപ്പെട്ടിരിക്കുന്ന പ്രതി ഏത് സ്റ്റാറ്റസിൽ ഉണ്ടായിരുന്ന ആളാണ് എന്നതുകൊണ്ട് കൂടിയാണ്. പക്ഷെ അതുപോലെ തന്നെ ഇതിന്റെ കാലതാമസം മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. ഈ വിധി ഈ തരത്തിൽ വന്നു നിൽക്കുമ്പോൾ എന്താ തോന്നുന്നത്? അസാധാരണമായിട്ടാണ് ഇങ്ങനെ ഒരു കേസ് വരുന്നത്. ഒരു ജെട്ടി ടാമ്പർ ചെയ്തു എന്നുള്ള കേസില്ല, ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അത് വളരെ പ്രാധാന്യമുള്ളതായി ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റുമായി വളരെ പ്രയോജനമായി അങ്ങനെ ഒരു പരിശോധന നടത്തിയത്. സംതൃപ്തിയുണ്ട്. തീർച്ചയായിട്ടും വളരെ തൃപ്തിയുണ്ട് അതിൽ. സർവീസിലിരുന്ന കാലത്ത് പരിശോധിച്ച ഏതെങ്കിലും കേസുകളിൽ ഇനി മൊഴി കൊടുക്കാനുള്ള, സാക്ഷി വിസ്താരം കഴിയാനുള്ള ഇനി അവശേഷിക്കുന്നുണ്ടോ ഏതെങ്കിലും? അതോ ഇത് അവസാനത്തെ കേസായിരുന്നു? ഉണ്ടാവാം, ഇനിയും ഉണ്ടാവാം. ഇത് തന്നെയും കുറേ കാലം മുൻപ് ഒരു കേസിന് ഓർമ്മയില്ല, ഒരു കേസ് കഴിഞ്ഞിട്ട് പിന്നെ ഇനി വരില്ല എന്ന്, അപ്പോഴാണ് ഈ കേസ് വന്നത്, ഈ ജെട്ടിയുടെ കേസ്. ഇതുപോലെ ആരെങ്കിലുമൊക്കെ മുക്കി വെച്ചിരിക്കുന്ന കേസുകൾ ഇനിയും ഇനിയും ഉണ്ടാകാം. ആയിരക്കണക്കിന് കേസുകൾ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഡിസ്പോസൽ ആവാത്ത കേസുകൾ ഇനിയും പരിശോധനയ്ക്ക് വേണ്ടിയിട്ടോ പരിശോധന ഫലം കിട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഈ കേസ് ഇപ്പോഴെങ്കിലും ഒരു പരിസമാപ്തിയിലേക്ക് എത്തി എന്നുള്ളതിൽ സമാധാനിക്കാം, സക്സസ് ആയിട്ട് തീരുകയും ചെയ്യും.